ഹലോ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഗുരുവായൂർ ആനക്കോട്ടയിലെ ഒരു ആന ആയിട്ടാണ്. ഒരുപാട് ആനയുടെ വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ആനയുടെ വീഡിയോസ് ചെയ്യാൻ കാരണം ആനയോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ്. കാരണം എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു ഇഷ്ടം. അപ്പം അടുത്ത് ആനക്കോട്ടയിലെ ഗോപി കണ്ണൻ എന്ന് പറയുന്ന ആന, നന്ദിനി ആന അങ്ങനെയൊക്കെ ചെരിഞ്ഞു. അതൊക്കെ മുമ്പ് ഒരു ആന ചെരിഞ്ഞു, മുകുന്ദൻ എന്ന ആന. ഇപ്പം ആനക്കോട്ടയിൽ 36 ആനകളുണ്ട്. 10-60 ആനകളുണ്ടായിരുന്നുണ്ട് പറഞ്ഞു. പക്ഷേ അതെല്ലാം ഇങ്ങനെ ചെരിഞ്ഞ് പിന്നെ ചെരിയാൻ കാരണം ഈ വാത അസുഖങ്ങളാണ് എന്താ പറയുക. കാരണം കാലുകളൊക്കെ അവിടെ നീരൊക്കെ ഉണ്ടായിരുന്നു. ഈ നന്ദിനി ആനയുടെ സ്ഥാനത്ത് ഇപ്പോഴും വേറെ ആന വെച്ചിട്ടില്ല. അവിടെയൊക്കെ ഇങ്ങനെ വിജനാണ്. നന്ദിനി ആനക്ക് നല്ലൊരു മെത്ത പോലെ സിമെൻറ്റെല്ലാം ഉണ്ടാക്കിയിട്ട് കെടുക്കാനും ചാരി കെടുക്കാനും ഒക്കെ കാൽക്കൊക്കെ കുറേ അങ്ങനെ വീഡിയോ അവിടെ പോകാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതും ചെരിഞ്ഞു. പട്ടണ്ട ആനകളിലൊക്കെ ചെരിയാൻ കാരണം ആനകൾക്ക് പ്രായമുണ്ട്. 65, 60, 55 അങ്ങനെ വയസ്സൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ആനക്കോട്ടയിൽ പ്രത്യേകം നമ്മൾ പോയിട്ടിട്ട് കാണാൻ പ്രത്യേകം ഒന്നും കാണാനില്ല. ആനക്കോട്ടയിൽ നല്ല ആനകളെ നോക്കുന്നുണ്ട്. നല്ല ഉറച്ച് കുളിപ്പിക്കുന്നതിൽ ഉറക്കുന്ന പോലെ തന്നെ നല്ല ഫുഡ്, പിന്നെ ഒരു കഞ്ഞി പോലെ ചോറ് ഉരുളുരുളാക്കി മഞ്ഞളൊക്കെ ചേർത്ത് അങ്ങനെ കൊടുക്കുന്ന. പിന്നെ ആനപ്പിണ്ടിയൊക്കെ നല്ല ക്ലീൻ ചെയ്യും. അവിടെയൊക്കെ വൃത്തിയാക്കും. നല്ല വൃത്തിയിൽ നല്ല കുളിപ്പിച്ച് നല്ല ഫുഡൊക്കെ കഴിച്ച് ഇടയ്ക്ക് ദേഷ്യം വന്നിട്ടൊക്കെ ചീത്ത പറഞ്ഞ് ചെറുതായിട്ട്. പിന്നെ ആനയില്ലേ, അതൊരു വലിയൊരു മുറുകാന്, അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് അതിനെ ചിലപ്പോൾ അടിക്കേണ്ടി വരും, ചീത്ത പറയേണ്ടി വരും. ചീത്ത പറയണമെങ്കിൽ നമുക്ക് ഈ നമ്മൾ ഈ വീട്ടിലെ മെല്ലെ സംസാരിക്കുന്ന പോലെയല്ല, വലിയ ശബ്ദം വെക്കേണ്ടി വരും. കാരണം ആനയാണ്, അതൊക്കെ വലിയ ശബ്ദം വെച്ചാണ് അതൊക്കെ ശരിക്കും കേൾക്കുള്ളൂ. അങ്ങനെ ആയിരിക്കേണ്ടത് എൻ്റെ വിചാരം. അപ്പോൾ അവിടെ പോകുന്ന ആനയെ കുളിപ്പിക്കും പോതും ഒരു ആന വന്നിട്ട് ദേവി എന്ന് പറയുന്ന ആന ഇപ്രാവശ്യം പോകും തീരെ അനുസരിക്കാത്ത കാരണം തീരെ പറയുന്നത് കേൾക്കുന്നില്ല. അവിടെ കുറച്ച് ആനപ്പട്ടമുണ്ട്, അത് എടുത്തിട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ എടുക്കാനായി, നടക്കാനായി, പോകാനായി, എങ്ങനെ എടുക്കാനായി അങ്ങനെയാണ് പറയുന്നത്. ആനയുടെ ഒരു ഭാഷ ഉണ്ട്, മലയാളം തന്നെ. ഞാൻ മലയാളം ശരിക്കും പറയില്ലെങ്കിലും മലയാളം തന്നെ ഇപ്പം ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ അവിടെ വെച്ച് ഞാൻ കേട്ടത് ഇപ്പോൾ ഒലിയാൻ എന്താ പറയുന്നത്, കുലിക്കാനുണ്ട് പറയുന്നില്ല, ഒലിയാൻ എന്നുണ്ട് പറയാം. അപ്പോൾ കാലൊക്കെ എല്ലാത്തിനും ലാസ്റ്റ് ഒലിയാൻ, നടക്കാൻ അങ്ങനെയൊക്കെ പറയുക കേട്ടു ആനക്ക്. അപ്പോൾ ആനയുടേതായിട്ടുള്ള ഭാഷ അവരുടെ കയ്യിലുണ്ട്. അതൊക്കെ പറഞ്ഞിട്ടാണ് ഈ ആനയെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ദേവി എന്ന് പറയുന്ന ആന പ്രായം നല്ലതും ഉണ്ട്. ഈ 1/2 മണിക്കൂറോളം ആ പാപ്പം കഷ്ടപ്പെട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ. തീരെ കൂട്ടാക്കുന്നില്ല, തീരെ അവിടെ അനങ്ങുന്നില്ല. പിന്നെ അവരൊരു വടി എടുത്തിട്ട് പേടിപ്പിക്കുന്നുണ്ട്, അടിച്ചിട്ടൊന്നുമില്ല. വടി എങ്ങനെ ആക്കാതെ പേടിപ്പിക്കാൻ. പക്ഷെ അത് തീരെ അനുസരിക്കുന്നില്ല. ആനപ്പട്ടയെ പൊക്കിയേ ഇല്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പോയി അതൊരു സ്ഥാനത്ത് പോയി കെട്ടിയും പോയിട്ടുണ്ട്. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഒരു കൂട്ടർ വന്നു, ഒരു അമ്മ മോളും നല്ല ഭംഗിയുള്ള ആൾക്കാരായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരുടെ കയ്യിൽ പൊതിഞ്ഞിട്ട് ഒരു വെള്ളരിയും ഒരു എന്താ പറയുക ചക്കരമത്തം, കുറച്ച് റോബസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ അവിടെ വേറെ ആനകളുണ്ടായിരുന്നു. ജൂനിയർ കൃഷ്ണ ഉണ്ടായിരുന്നു. പിന്നെ ഈ ബലറാം ആന ഇപ്പം ഭയങ്കര ഇതിലാണ് നിൽക്കുന്നത്, എന്താ മതപാഠത്തിലാണ്. അപ്പം അതൊക്കെ ഈ റോബോസ്റ്റ അവർക്ക് കൊടുത്തില്ല. ഈ ദേവി ആനയുടെ അടുത്തേക്ക് തിരിഞ്ഞു വന്ന്. അപ്പം ഞാനവിടെ എൻ്റെ യൂട്യൂബിന് വേണ്ടി വീഡിയോസൊക്കെ പകർത്തിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ വന്നിട്ട് ഇങ്ങനെ ഉരുട്ടി, ഇങ്ങനെ എറിഞ്ഞല്ല, കാരണം എറിഞ്ഞാൽ അത് പൊട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇവർ ഉരുട്ടിട്ടൊന്നെ ചക്കരമത്ത ആനയുടെ കാലിൻ്റെ അടുത്തേക്ക് തന്നെ ഉരുണ്ടിട്ട് പോയി. ചക്കരമത്ത എടുത്ത് കഴിച്ച്. റോബോസ്റ്റ് വന്ന് ഈ എറിഞ്ഞൊന്നെ അവിടെ ആയി. ഒന്നും കിട്ടിയില്ല, ബാക്കിയെല്ലാം തുമ്പിക്കൈയാൽ എങ്ങനെയോ കഷ്ടപ്പെട്ട് എടുത്തു. അപ്പോൾ ഈ വെള്ളരിയെ എടുക്കാനേ കിട്ടുന്നില്ല. ഭയങ്കര ട്രൈ ചെയ്യുന്നുണ്ട് ഈ ആന.
ഭയങ്കര കണ്ടു നിൽക്കുന്നവർക്ക് ഓടി പോയിട്ട് അത് എടുത്തിട്ട് അതൊക്കെ കൊടുക്കും. എനിക്ക് അങ്ങനെ തോന്നും. പക്ഷെ നമുക്ക് അലൗഡ് ഇല്ലല്ലോ. പിന്നെ അവിടെ കയർ കെട്ടിനോണ്ട് കയർക്കപ്പുറത്ത് ആർക്കും പ്രവേശനമില്ല. ആനകൾക്ക് വന്നിട്ട് ആനയുടെ പാപ്പാൻ ഇല്ലാണ്ട് മൂന്നാമത്തെ ഒരാൾ ഇഷ്ടപ്പെടുന്നില്ല. അവർ നമുക്ക് കാലാൽ പെട്ടെന്ന് ചാടി അടിക്കും, അല്ലെങ്കിൽ തുമ്പിക്കൈയാലും നമുക്ക് ഇതത് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ ആനക്കോട്ടയിലെ റൂൾ ഉണ്ടല്ലോ, ചെയ്യാൻ പാടില്ലാത്തത് മനുഷ്യന്മാർ വന്ന് അവിടെ ചെയ്യാൻ പാടില്ല. അപ്പോൾ കുറേ ആൾക്കാർ എന്നിട്ട് ഈ വെള്ളരി എങ്ങനെയാണ് അത് പാപ്പന്മാരവിടെ ആ പരിസരത്ത് തന്നെ ഇല്ല. കാരണം ആനക്കോട്ടയിൽ നേരത്തെയാണ് കുളിപ്പിച്ച് ഒക്കെ കഴിഞ്ഞിട്ട് അവർ ചായ കുടിക്കാനൊക്കെ പോയിണ്ടാവും. അപ്പോൾ ഈ ആന ഇതുവരെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അനുസരിച്ചിട്ടില്ല തീരെ. പക്ഷെ അതിനൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പാപ്പാനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയത്തേക്ക് അവിടെ നിന്നിട്ട് അങ്ങനെ കാട്ടിനുണ്ട്. അതിലൊരു പിന്നെ അതും ഒരു ജീവനുള്ള ഒരു സാധനം. അത് ഒരാളെ അനുസരിക്കാൻ അതിക്ക് ഇപ്പം നമ്മൾ തന്നെ നമ്മളെ ഒരാൾ ദേശമായിട്ട് അത് പറഞ്ഞിട്ട് അനുസരിക്കാനായിട്ട് പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വന്നിട്ട് നമ്മൾ നിൽക്കുന്ന പോലെ അതും അതുപോലെ നിന്നതായിരിക്കേണ്ടത്. അപ്പോൾ ഞാൻ കണ്ടത് ഈ വെള്ളരി എടുക്കാൻ കിട്ടുന്നില്ല. ഇങ്ങനെ അത് കുറേ ട്രൈ ചെയ്യുന്ന ഈ വെള്ളരി എടുക്കാൻ. അങ്ങനെ 4-5 വട്ടം ഇട്ടിട്ട് അതൊക്കെ തന്നെ തോന്നും അയ്യോ കിട്ടുന്നില്ല, ഇങ്ങനെയാതാരാത് ഈ വെള്ളരി ഇട്ട് തരുമോ വേണ്ട പോലെ പറയുന്ന പോലെയാണ് അതിൻ്റെ ഭാവം. അപ്പം കുറേ ഞാൻ നോക്കിയിരുന്നു, പിന്നെ ആരും വന്നിട്ടില്ല. നമ്മൾ കഴിഞ്ഞ് പിന്നെ ചിലപ്പോൾ പാപ്പന്മാർ വന്നിട്ട് വെള്ളരി ഇട്ട് കൊടുത്തുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ആനേൻ്റെ പറഞ്ഞ നമ്മളിപ്പോൾ നാട്ടിലുള്ള ആനകളെ കൺട്രോൾ ചെയ്യുന്നെങ്കിൽ ഒരുപാട് നിസ്സാരമായിട്ട് കാണാൻ പറ്റുന്നില്ല. എന്നാലും എൻ്റെ അഭിപ്രായത്തിൽ ആനക്കോട്ടൽ നല്ല പോലെ ആനകളെ നോക്കുന്നുണ്ട്. നല്ല ക്ലീൻ പറഞ്ഞാൽ അവിടെ നല്ല ഉറച്ച് ക്ലീൻ ചെയ്ഞ്ഞ് കല്ലിക്ക് പിന്നെ ആനപ്പിണ്ടി എല്ലാം എടുത്ത് ഒരു ഭാഗത്തേക്ക് കൊണ്ടിടും. അപ്പോൾ വണ്ടി വന്നിട്ട് അവിടെ മൊത്തം ക്ലീനാണ്, നല്ല ഫുഡാണ്, നല്ല ഉറച്ച് കുളിപ്പിക്കുന്നുണ്ട്. ഒന്നും ഈ ചങ്കല പറയുന്ന സാധനം കാലിലുള്ളത്. പിന്നെ അതില്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന വലിയ മൃഗത്തെ നമുക്ക് അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ഇതുവരെ ആനക്കോട്ടയിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്, പക്ഷെ അതുമായിട്ടൊരു കാര്യങ്ങളൊക്കെ പറയുന്നത് കുറവായിരുന്നു. പിന്നെ എനിക്ക് വിചാരിച്ചു ആനയുമായിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങൾ ചെറുതായിട്ട് പറയുന്നുണ്ട് അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുപോലെ. ഇനി ആന വിശേഷങ്ങളായിട്ട് നമ്മൾ ഇതുപോലെ വേറെ വീഡിയോ ആയിട്ട് വരും. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ കമൻറ്റിൽ കൂടി പറയാം.